നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ചെറിയ സംഭവ കഥ പറയാം. ഒരിക്കൽ ക്രിപ്റ്റോ കറൻസി സ്കാമുകളുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി ഇന്റർനെറ്റിൽ നിന്ന് കുറേയധികം വാർത്തകൾ വായിക്കുകയായിരുന്നു. അപ്പോഴാണ് റെഡിറ്റിലെ ഒരു അനുഭവം ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു സ്ത്രീയുടെ 80 ലക്ഷം രൂപ ക്രിപ്റ്റോ കറൻസി സ്കാമിൽ പെട്ടുപോയി. ഞാനിങ്ങനെ ആലോചിച്ചു, 80 ലക്ഷം രൂപയൊക്കെ എങ്ങനെയാണ് ഒരു ഐഡിയയും ഇല്ലാതെ ഒരിടത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക? അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോയ സമയത്ത് ആദ്യഘട്ടങ്ങളിൽ അവർക്ക് നല്ല ലാഭം കൊടുത്തു, പിന്നീട് കൂടുതൽ പണം തട്ടിച്ച് എടുക്കുകയായിരുന്നു. അതിന് താഴെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരികയുണ്ടായി. എങ്ങനെയാണ് നിങ്ങൾക്ക് 80 ലക്ഷം രൂപ ഇങ്ങനെ ഒരു സേവിങ്സിലേക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിൽ കയ്യിലുണ്ടായത്? അതിന്റെ മറുപടിയാണ് ഞെട്ടിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭർത്താവ് കോവിഡ് വന്ന് മരണപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്നറിയായിരുന്നു. അപ്പോൾ അദ്ദേഹം എടുത്ത ഇൻഷുറൻസ് തുകയിൽ നിന്ന് അവർക്ക് കിട്ടിയ ഒരു പണമാണ് അങ്ങനെ നഷ്ടപ്പെട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കുക, കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ആ മനുഷ്യൻ എടുത്ത ടേം ഇൻഷുറൻസിൽ നിന്നിട്ട് അദ്ദേഹത്തിന്റെ ജീവൻ വെടിഞ്ഞ സമയത്ത് കിട്ടിയ ലംസം എമൗണ്ട് ആണ് അങ്ങനെ ഒരു സ്കാമിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ആ ഒരു കുടുംബത്തിന് മുന്നോട്ടേക്കുള്ള കാര്യം സേഫ് ആക്കാൻ വേണ്ടിയാണ് അങ്ങനെ അദ്ദേഹം ഒരു ഇൻഷുറൻസ് എടുത്തത്. അതാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ബേസിക് ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്ത, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പ്രോപ്പർ അല്ലാത്ത ഒരു ഫാമിലിയെ കുറിച്ച് ചിന്തിക്കാതെ അദ്ദേഹത്തിന്റെ ടേം ഇൻഷുറൻസിൽ വരുത്തിയ ചെറിയൊരു മിസ്റ്റേക്ക് ആണ് അവിടെ എത്രയധികം പണം നഷ്ടപ്പെടാൻ കാരണമായത്. അദ്ദേഹത്തിന് വേറെ 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന്, മന്ത്ലി പേ ഔട്ട് ആയിട്ട് ഈ എമൗണ്ട് അവരുടെ കയ്യിലേക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ. അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മരണശേഷം ചെറിയൊരു തുക ലംസം പേ ഔട്ടിൽ നിന്ന് കൊടുക്കുക, ബാക്കിയുള്ളത് മന്ത്ലി പേ ഔട്ട് ആയിട്ട് നൽകുക. അത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ബാക്കിയുള്ള അവരുടെ ജീവിത ചെലവുകൾക്ക് വേണ്ടി ഉപകരിക്കുമായിരുന്നു. ഇങ്ങനെ ഒരു വലിയ എമൗണ്ട് അവരുടെ കയ്യിൽ കിട്ടിയ സമയത്ത് ഉണ്ടായ ഒരു ഇററാണ് ആ ഒരു ടേം ഇൻഷുറൻസ് അതിന്റെ ഉദ്ദേശശുദ്ധിയെ മുഴുവൻ നശിപ്പിച്ചത്. ഇത്തരത്തിൽ ടേം ഇൻഷുറൻസിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള 5 മിസ്റ്റേക്കുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതേപോലെ ഈ ചാനലിൽ ടേം ഇൻഷുറൻസിനെ കുറിച്ചിട്ടും ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചും ചെയ്തിരിക്കുന്ന വീഡിയോസ് കണ്ട് ഇൻഷുറൻസ് എടുക്കുന്ന ആളുകൾ പലപ്പോഴായി എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ചേട്ടൻ ഏത് കമ്പനിയുടെ ഇൻഷുറൻസ് ആണ് എടുത്തിരിക്കുന്നത്? ഞാൻ പല ആളുകളോടും പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്ന കമ്പനിയുടെ ഇൻഷുറൻസ് ആണ് എടുത്തിരിക്കുന്നത്. പക്ഷെ അതൊട്ടും നല്ലൊരു രീതിയല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്, നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകൾ ഡിഫറെൻ്റ് ആണ്, നമ്മളുടെ ജോബ് പ്രൊഫൈൽ ഡിഫറെൻ്റ് ആണ്, നമ്മളുടെ വരുമാനം ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൊഫൈലിനനുസരിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്ന ഒരു ഇൻഷുറൻസ് കമ്പനിയാണ് നിങ്ങൾ ഇൻഷുറൻസിന് വേണ്ടി ആശ്രയിക്കേണ്ടത്. ഞാനോ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് ഏജന്റോ പറയുന്ന ഒരു കമ്പനിയെ മാത്രം പരിഗണിച്ച് നിങ്ങൾ ടേം ഇൻഷുറൻസിലേക്ക് പോവാതിരിക്കുക. ഞാൻ തൊട്ട് താഴെ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ഓൺലൈനായിട്ട് ടേം ഇൻഷുറൻസുകൾ 10% ഡിസ്കൗണ്ടോടെ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ നിന്ന്, ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും വലിയ സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന എല്ലാ ഓഫറുകളും അവിടെ ലഭ്യമായിരിക്കും. നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഓഫറുകളിൽ നിന്ന് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന ഒന്ന് എടുക്കാൻ പറ്റും. അതിനകത്ത് നിങ്ങൾക്ക് മാനദണ്ഡമാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ. ഏറ്റവും കൂടുതൽ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഉള്ള ഒരു ഇൻഷുറൻസ് പ്രൊവൈഡറെയാണ് നമ്മൾ നമ്മുടെ ടേം ഇൻഷുറൻസുകൾക്ക് വേണ്ടി പരിഗണിക്കേണ്ടത്. ഇത്ര ചെറിയ മന്ത്ലി പ്രീമിയത്തിൽ 2 കോടി വരെ സമ്മർഷഡായി ലഭിക്കുന്ന ടേം ഇൻഷുറൻസ് പ്ലാനുകൾ കമ്പയർ ചെയ്യുന്ന സമയത്ത്, പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, ഡോക്യുമെന്റേഷന്റെ സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ റെപ്രസെന്റേറ്റീവ് നിങ്ങളെ വീട്ടിൽ വന്ന് സഹായിക്കുന്നതാണ്. അതേപോലെ പോളിസി കാലയളവിൽ മുഴുവൻ നിങ്ങൾക്ക് ഈ ഒരു സൗകര്യങ്ങൾ ഉപയോഗിക്കാം. ക്ലെയിം അസിസ്റ്റൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഡോക്യുമെന്റേഷന്റെ കാര്യത്തിലാണെങ്കിലും വീട്ടിൽ വന്ന് സഹായം ചെയ്യുന്നത് പോലെ തന്നെ 24/7 നിങ്ങൾക്ക് ക്ലെയിം അസിസ്റ്റൻസ് ഓൺലൈനിലും ലഭ്യമാണ്. ഇത്രയധികം സൗകര്യങ്ങൾ ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ലഭ്യമാവുന്ന ഈ ഒരു സമയത്ത് ഇതൊക്കെ ഉപയോഗിച്ച് വളരെ ആലോചിച്ച് ഒരു ടേം ഇൻഷുറൻസ് പ്ലാനിലേക്ക് പോവുക. അങ്ങനെ ഒരു പ്ലാനിലേക്ക് പോകുന്ന സമയത്ത് ഉറപ്പായും നിങ്ങൾ വരുത്തരുതാത്ത 5 മിസ്റ്റേക്കുകളെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാനൊരു സംഭവം പറഞ്ഞിരുന്നു. ആ ഒരു സംഭവത്തിൽ അത്രയധികം തുക നഷ്ടപ്പെടാൻ കാരണമായത് എന്താണ്? ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് ആണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മളൊരു വലിയ തുക കൊണ്ടുവന്ന് എത്തിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു എക്സാമ്പിളായി പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന 3-4 ആളുകളുണ്ട്. അതിൽ പ്രായമായിട്ടുള്ള മാതാപിതാക്കളുണ്ട്, അതേപോലെ തന്നെ ഭാര്യയുണ്ട്, മക്കളുണ്ട്. നമ്മൾ ആരും ഒരു ടേം ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണം എന്ന് വിചാരിച്ചിട്ടല്ല എടുക്കുന്നത്. എന്തെങ്കിലുമൊക്കെ അവിചാരിതമായിട്ടുള്ള സംഭവത്താൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലംസം പേ ഔട്ട് എങ്ങനെ അവർക്ക് നൽകണം എന്നുള്ളതിൽ നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിക്കുന്ന കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത് 10, 15 അതിൽ കൂടുതൽ വർഷങ്ങളായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്തെല്ലാം കൺസിസ്റ്റന്റ് ആയിട്ട് അവർക്ക് ഒരു തുക കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ നടന്നു പോകും. അതുകൊണ്ട് തന്നെ അങ്ങനെ പല കാലയളവിലേക്ക് മന്ത്ലി പേ ഔട്ട് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ നടക്കുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ എടുക്കുക. ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾക്ക് ദർശിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ
നിങ്ങൾ ടേം ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ലെംസം പേ ഔട്ട് മുഴുവനായിട്ട് വൺ ടൈം ആയിട്ട് കൊടുക്കുന്ന ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാതിരിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആള് മരണപ്പെടുന്ന സമയത്ത് നോമിനിക്ക് കുറച്ച് തുക ഒന്നിച്ചു കൊടുക്കുന്നു, ബാക്കി മന്ത്ലി പേ ഔട്ട് ആയിട്ട് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ഓപ്ഷൻസും പരിഗണിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് ടേം ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യുന്ന കാര്യത്തിൽ ഡിലേ വെക്കുക എന്നുള്ളതാണ്. ചില ആളുകൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോഴത്തെ ശമ്പളത്തിൽ ടേം ഇൻഷുറൻസ് ഇങ്ങോട്ട് അടഞ്ഞു പോവില്ല, അല്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാവും, മൊത്തത്തിലൊന്ന് ടൈറ്റ് ആവും. അടുത്ത വർഷം മറ്റൊരു ജോലി കിട്ടുന്ന സമയത്ത്, മെച്ചപ്പെട്ട ശമ്പളം കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ സാലറി ഹൈക്ക് കിട്ടുന്ന സമയത്ത് ടേം ഇൻഷുറൻസ് എടുക്കാം. അത് നല്ലൊരു ഓപ്ഷനാണോ? അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷം കഴിയും തോറും നമ്മുടെ പ്രീമിയം തുക വർദ്ധിക്കും. പ്രായം കൂടുമ്പോൾ ഇൻഷുറൻസും ചെലവേറിയതായിട്ട് മാറും. 678 രൂപ മന്ത്ലി പ്രീമിയത്തിൽ 2 കോടി സമ്മേഴ്ഷ്യഡ് ആയിട്ടുള്ള പ്ലാൻ ആർക്കായിരിക്കും ലഭിക്കുക? ഏറ്റവും കുറഞ്ഞ പ്രായമുള്ള, ഇൻഷുറൻസ് കമ്പനികളുടെ കണ്ണിൽ ഏറ്റവും കുറഞ്ഞ പ്രായമുള്ള ഒരാൾക്കായിരിക്കും ആ ഒരു പ്ലാൻ ലഭ്യമാവുക. ഞാൻ അങ്ങനെ ഒരു മിസ്റ്റേക്ക് കാണിച്ച വ്യക്തിയാണ്. ടേം ഇൻഷുറൻസ് എടുക്കുന്ന കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ടുള്ള ഡിലേ വെച്ചു. കാര്യം എനിക്ക് അടച്ചു പോകാൻ പറ്റുന്ന ഒരു തുകയായിരുന്നു. അതിന്റെ ടാക്സ് ബെനിഫിറ്റ് ഇപ്പോൾ ATC ഒക്കെ അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 75,000 80,000 ഒക്കെ ടാക്സ് ബെനിഫിറ്റ് നമുക്കുള്ളതാണ്. എന്നാലും ഞാനതിങ്ങനെ ഡിലേ ആക്കി വെച്ചു. ഈ കഴിഞ്ഞ വർഷം അവസാനമാണ് ഞാൻ ടേം ഇൻഷുറൻസ് എടുത്തത്. അപ്പോഴത്തേക്ക് എൻ്റെ പ്രീമിയം എന്ന് പറയുന്നത് 1 കോടിക്ക് 1500 രൂപയ്ക്ക് മുകളിലേക്ക് പോവുകയുണ്ടായി. അത് ഞാൻ മുന്നേ എടുക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ, എനിക്ക് ജോലി കിട്ടിയ സമയത്ത് തന്നെ എടുക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ വളരെ ചെറിയ തുകയ്ക്ക് ലഭ്യമായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു പ്രീമിയം തന്നെ അടയ്ക്കേണ്ടതുണ്ട്. ഞാൻ കാണിച്ചതുപോലെയുള്ള മണ്ടത്തരം കാണിക്കാതിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് ഓഫർ ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇന്ത്യയിലെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു സൗകര്യമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. എല്ലാ ആളുകൾക്കും, എല്ലാ ജോലിക്കാർക്കും, എല്ലാ സാമ്പത്തിക സാഹചര്യമുള്ള ആളുകൾക്കും ലഭിക്കുന്ന ഒന്നല്ല ടേം ഇൻഷുറൻസ്. നിങ്ങൾക്ക് അതിന്റെ ഓഫർ ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള റീപേയ്മെന്റ് കേപ്പബിലിറ്റിയും ഉണ്ട്. അപ്പോൾ അത് വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ നമ്മൾ ചൂസ് ചെയ്യുക. ഇനി മൂന്നാമത്തെ ഒരു മിസ്റ്റേക്ക് ആണ്, നമ്മൾ ലെംസം പേ ഔട്ട് ആയിട്ട് കിട്ടേണ്ട ഒരു എമൗണ്ട് ഉണ്ടല്ലോ, 1 കോടി 2 കോടി അല്ലെങ്കിൽ 50 ലക്ഷം, ഇതിങ്ങനെ ഏറ്റവും കുറച്ച് വെക്കുക. പ്രീമിയം കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും കുറഞ്ഞ തുക വെക്കുക. നമ്മൾ നോക്കുമ്പോൾ 50 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ബാധ്യതകളും തീരും. നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വീട് അല്ലെങ്കിൽ കാറ്, അതിൻ്റെ EMI ഒക്കെ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? അല്ല. നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കിട്ടുന്ന ഈ 1 കോടി, ഇപ്പോൾ നമ്മൾ വലുതായിട്ട് കാണുന്ന 1 കോടി 20 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 15 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വാല്യൂ എത്രത്തോളമായിരിക്കും? ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു തുക കൊണ്ട് നമ്മൾ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുമോ? അതുകൊണ്ട് തന്നെ നമ്മളുടെ ആനുവൽ ഇൻകത്തിന്റെ 10 ഇരട്ടി എന്ന് പറയുന്ന ഒരു തമ്പ് റൂൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ആനുവൽ ഇൻകം 10 ലക്ഷമാണ് എന്നുണ്ടെങ്കിൽ 1 കോടി രൂപയുടെ ഒരു ഇൻഷുറൻസ് ആണ് നിങ്ങൾ മിനിമം എടുക്കേണ്ടത്. അതിന് മുകളിലേക്കുള്ളത് എടുക്കാൻ കേപ്പബിലിറ്റി ഉള്ള ആളുകൾ അത് തന്നെ ചെയ്യുക. അടുത്ത പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്ക്, ഓൺലൈനായിട്ട് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്തും ഓഫ്ലൈൻ ആയിട്ട് എടുക്കുന്ന സമയത്തും കാണാറുള്ളതാണ്. ആളുകൾ പ്രീമിയം തുക കുറയ്ക്കാൻ വേണ്ടി റൈഡേഴ്സ് ഒന്നും ആഡ് ചെയ്യില്ല. ശരിക്കും പറഞ്ഞാൽ റൈഡേഴ്സ് ആഡ് ചെയ്യേണ്ടതുണ്ട്. പണ്ട് മുതൽ ആളുകളുടെ ഒരു ഡൗട്ടാണ്, ഞാൻ മരിച്ചില്ലെങ്കിൽ ഈ പൈസ വേസ്റ്റ് ആണല്ലോ എന്നുള്ളത്. ശരിക്കും റൈഡേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കുക എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ട് മാത്രം ചിന്തിക്കേണ്ട. നമുക്ക് എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് വന്നു, അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള ഒരു അസുഖങ്ങൾ വന്നു, നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കുള്ള അംഗഭംഗം വന്നു, അങ്ങനെയുള്ള കാര്യത്തിൽ നമുക്ക് ഈ ടേം ഇൻഷുറൻസിനകത്ത് റൈഡേഴ്സ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഹെൽപ്പ് കിട്ടും. നമുക്ക് ആ ഒരു ലംസം എമൗണ്ടിൽ നിന്ന് ഒരു എമൗണ്ട് നമുക്ക് കിട്ടും. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ക്ലെയിമായിട്ട് കിട്ടുന്ന ലംസം എമൗണ്ടിൽ നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടതില്ല, ടാക്സ് ഫ്രീ മണിയാണ്. അവസാനമായിട്ട് നമ്മൾ ഒരിക്കലും വരുത്തരുതാത്ത മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ടേം ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇത്തിരി എഫേർട്ട് നമ്മുടെ ഭാഗത്ത് ഇടേണ്ടതുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്യുമെന്റുകൾ കറക്റ്റായിട്ട് കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി കറക്റ്റായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് എന്തെങ്കിലും രോഗങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയേണ്ടതുണ്ട്. നിങ്ങൾ മുന്നേ ആശുപത്രിയിൽ ഏതെങ്കിലും രോഗത്തിൻ്റെ കാരണത്താൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയേണ്ടതുണ്ട്. പിന്നെ നിങ്ങൾ ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയേണ്ടതുണ്ട്. സ്മോക്കിംഗ് ഹാബിറ്റ് ഉള്ള ഒരാൾ വലിക്കുന്ന സിഗരറ്റുകളുടെ എണ്ണം പറയേണ്ടതുണ്ട്. ഡ്രിങ്കിങ് ഹാബിറ്റ് ഉള്ള ഒരാൾ വീക്കിലി എത്ര മില്ലി കഴിക്കുമെന്നുള്ളതിനെ കുറിച്ചിട്ട് പറയേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. പല ആളുകളും ഞാൻ നാളെ സിഗരറ്റ് വലി നിർത്താൻ വേണ്ടി പോവുകയാണ്, അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വല്ലപ്പോഴും മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ എന്തിനാണ് അതിനെക്കുറിച്ചിട്ട് പറയേണ്ടത് എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ പറയാതിരുന്നു കഴിഞ്ഞാൽ ശരിയാണ്, പ്രീമിയം തുക കുറയും,
പക്ഷേ ക്ലെയിം കിട്ടുമോ? ക്ലെയിം റിജക്റ്റ് ആവാനുള്ള സാധ്യതകൾ ഏറെയാണ്. ആശുപത്രിയിലൊക്കെ നമ്മളൊരു ക്ലെയിം പ്രോസസ്സുമായി ചെല്ലുന്ന സമയത്ത് അവർ ധാരാളം ഡോക്യുമെന്റുകൾ ചോദിക്കും. പല ആളുകൾക്കും ക്ലെയിം റിജക്റ്റ് ആവാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് കൊടുത്ത തെറ്റായ വിവരങ്ങളിൽ നിന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പോളിസി എടുക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ പറയുക. ഒരു ചെറിയ തുകയുടെ വർധനവിനെ തടയാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞ ഒരു കള്ളം നിങ്ങൾ ലൈഫ് ടൈം മുഴുവൻ അടച്ച ആ ഒരു മുഴുവൻ പ്രീമിയം തന്നെ ഇല്ലാതാക്കും. അപ്പോൾ അങ്ങനെ ക്ലെയിം റിജക്റ്റ് ആവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്. അത് റിജക്റ്റ് ആവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഓൺലൈനായിട്ടൊക്കെ ടേം ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഏറെയുണ്ട് ഈ കാലത്ത്. ഞാൻ തൊട്ട് താഴെ നൽകിയിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10% ഡിസ്കൗണ്ടോടെ നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. 678 രൂപ മന്ത്ലി പ്രീമിയത്തിൽ 2 കോടി വരെയൊക്കെ ടേം ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്ന പ്ലാനുകളുണ്ട്. അപ്പോൾ ഈ ഒരു സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. അതേപോലെ സെക്ഷൻ 80സിയുടെ അണ്ടറിലെ 1.5 ലക്ഷം വരെ ടാക്സ് ബെനിഫിറ്റ് നിങ്ങൾക്കുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ NRIs ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ടേം ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 18% GST അടയ്ക്കേണ്ടതില്ല. അപ്പോൾ ഇത്രയധികം സൗകര്യങ്ങളുള്ള ഈ ഒരു കാലഘട്ടത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകളെയും സുരക്ഷിതമാക്കാൻ വേണ്ടി ഒരു ടേം ഇൻഷുറൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. മറ്റൊരു വീഡിയോയിൽ നാളെ കാണാം. നന്ദി.